അപ്പൊ എന്താണേലും ഈ രേഖ ചിത്രത്തിന്റെ ഒരു ജസ്റ്റ് ട്രെയിലർ റിവ്യൂ നമുക്ക് അതൊന്ന് കാണേണ്ടതുണ്ട്. രേഖ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിരുന്നോ എല്ലാവരും? കണ്ടിരുന്നോ? ഇനി കാണാത്തവർക്ക് ട്രെയിലർ ഒന്നും കൂടി ഇവിടെ കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പൊതുവെ രാജേന്ദ്രൻ എങ്ങനെയുള്ള ആളായിരുന്നു? ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനുഷ്യൻ. ഞാനാ സാറെ വിളിച്ചിട്ടാണ്. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കേൾക്കുന്നത്. ഹലോ, മലക്കപ്പാറ സ്റ്റേഷൻ. ചെറിയ ആവേശമുണ്ടല്ലോ. ആവേശമല്ല സാറേ, ആവശ്യം. ചില പോലീസ് ഓഫീസേഴ്സ് ആർ thoroughly prejudiced. എനിക്കിട്ട് പണിത് ആരെ ഞാൻ മറക്കത്തില്ല. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു. അവൾ വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും, നിങ്ങളല്ല. എന്നാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് ആ സ്കെൽറ്റൻ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ? ബാക്കി പകുതി കൂടെ സത്യമാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കരുതി 2025 തുടക്കം ഒരു ഗംഭീര സ്റ്റാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് തന്നെ പോകുന്ന വിദുരേഖ ചിത്രം, അല്ലേ? യെസ്, മലയാളം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അതിപ്പം ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഡിഫറെന്റ് ജോണേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഐ തിങ്ക് മീഡിയ എല്ലാം ക്ലിയർലി വിസിബിൾ ആണെന്ന് തോന്നുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ട് വരച്ച ഒരു പിക്ചർ ആയിട്ട് ഇവിടെ ഒരു ഫാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ വരച്ച ചിത്രമായിട്ട് നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. സോ ഫോട്ടോ കഴിഞ്ഞെങ്കിൽ ഫോട്ടോ സെഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ സർ ആ ഫോട്ടോ സെക്ഷൻ ഒന്ന് പെട്ടെന്ന്